ചേച്ചി, ഗീത, ചേച്ചി. ശരി ശരി, വിഷമിക്കണ്ട. ഇവിടെ ഇരുന്ന് അത് വലിയ പ്രശ്നം. നമുക്ക് ഇവിടുന്ന് പോവാം. വാ. സിംഹത്തിന്റെ മടയിൽ കയറി കളിക്കാന്ന് കരുതിയോ നീ? ഈ ബല്ലാറി അറിയില്ല നിനക്ക്. എന്താടി ഐശ്വര്യവുമായിട്ട് വന്ന ലക്ഷ്മി ദേവിയാ നീ എനിക്ക്? അങ്ങനെ അങ്ങ് വിട്ടുകളയോന്ന് കരുതിയോ? ചേച്ചി ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ വന്ന് പെട്ടല്ലോ ഇവിടെ. ജാതകപ്രകാരം ആദ്യ രാത്രി ഇവളുടെ കൂടെ, അടുത്ത ദിവസം നിന്റെ കൂടെ. എടാ ബല്ലാരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം മുഹൂർത്തം തെറ്റാതെ നോക്കിക്കോ. ആദ്യം ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ട്. എടോ തിരുമേനി, മന്ത്രം ചൊല്ലിയതൊക്കെ മതി. ആദ്യം താലി എടുത്തു കൊടുക്കും. എന്തിനാടി തൊള്ളയിടുന്നത്? ഞാൻ വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ മരണം പോലും നിന്റെ മരണത്തിന് വേണ്ടി സൈഡ് വാങ്ങിയിരിക്കുന്നു. ഇവരെ പോലെ ഇതുപോലെ തുള്ളിയിട്ടാണ് നിന്റെ അനിയൻ എന്റെ കൈകൊണ്ട് ചത്തത്. അന്ന് നീ രക്ഷപ്പെട്ടത് ഇന്നിവിടെ എന്റെ കൈകൊണ്ട് ചാവാനാടാ. എന്റെ മനസ്സിന് ബലമുണ്ട്, എന്റെ അനിയന് ദേഹബലമുണ്ട്. എടാ ബല്ലാരി, ഈ നാട്ടുകാരെല്ലാരും ഇനി ഇവന്റെ മരണം കണ്ടു വേണം പേടിച്ച് വിറയ്ക്കാൻ. കൊന്നു തള്ളടാ അവനെ. ഇവന് എന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ രംഗമതി. എടാ രംഗ, അന്ന് നിന്റെ ചേട്ടനെ കൊന്നവനെ കൊന്നേ പറ്റുമെന്നും പറഞ്ഞ് കത്തിയും പൊക്കി വന്നവനല്ലേ നീ? ആ സമയമായിരിക്കുന്നു. നിന്റെ ദേശത്തെ കത്തിയാക്കി മാറ്റ്, നിന്റെ ഭയം ഫലമാക്കി മാറ്റ്. നിന്റെ ചേട്ടനെ കൊന്നവന് ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എഴുന്നേക്ക്.
അന്തസ്സോടെ ജീവിച്ചു പോയി. അന്തസ്സായിട്ട് ഞാൻ മരിക്കൂ. കനകയാടാ ഞാൻ. രണ്ടുപേരും ഒരുമിച്ചാ ജനിച്ചേ. ഇപ്പൊ മരിച്ചത് ഒരുമിച്ച്. ശല്യം തീർന്നു. എന്റെ അമ്മേ, അങ്ങനെ ശങ്കർ സാറെ പ്രശ്നമല്ല ശരിയാക്കി. ഇതോടെ ആ കനകത്തിന്റെ ശല്യം തീർന്നു, നമ്മൾ റിലാക്സ് ആയി. ആ ഫോൺ റിംഗ് അടിക്കുന്നു സാറേ. ഹലോ. ആ അങ്ങനെയാണോ? എന്താണോ ഇത്? കനകത്തെയും ബല്ലാരിയെ കൊന്നത് ഞാനാണെന്നാ പറയുന്നത്. പ്രൊമോഷൻ, അവാർഡ്, റിവാർഡൊക്കെ എനിക്കാണെന്ന്. സാറേ, ശങ്കർ സാർ വന്ന് എല്ലാത്തിനെയും ശരിയാക്കി. ക്രെഡിറ്റ് സാറിനും കിട്ടി. പ്രൊമോഷൻ വാങ്ങിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും സാറേ, അധികാരത്തോടെ.